കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂർ നടന്ന അപകടത്തിൽ മരണസംഖ്യ 41 ഉയരുന്നു. ഇതേസമയം ഈ പാർട്ടിയുടെ നേതാവും ഒപ്പം തന്നെ സിനിമാ താരവുമായ വിജയ് ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വാർത്തയും പുറത്തു വരുന്നു. ഇതിനിടയിൽ ഈ വിജയുടെ പാർട്ടിയെയും ട്രാപ്പിലാക്കാൻ ഇല്ലെങ്കിൽ കൂടെ കൂട്ടാനായി ADMK BJPയും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ BJP വിജയിയെ കടന്നാക്രമിക്കാത്ത ഒരു നിലയിലായിരുന്നു. അതായത് ഈ വിജയുടെ പാർട്ടി രൂപപ്പെടുന്നത് മുതൽ അവരുടെ നേതാക്കന്മാരായ അണ്ണാമലയോ ഇല്ല മറ്റ് പാർട്ടി പ്രവർത്തകരോ ഒന്നും വിജയുടെ പേര് പറയുകയോ പാർട്ടിയുടെ പേര് പറയുകയോ ചെയ്യാതെ DMK മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നൊരു ശൈലിയായിരുന്നു. ADMK അത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ BJP ഇടപെട്ട് തന്നെ ADMK കൊണ്ടും ആ തരത്തിൽ തന്നെ ചെയ്യിച്ചു. ADMK BJPയും ഇപ്പോൾ വിജയ്ക്ക് ഒരു പരോക്ഷ പിന്തുണ നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയുടെ ADMKയുടെ നേതാക്കൾ എത്തിയിരുന്നു. BJPയുടെ നേതാക്കൾ ഒരു പടി കൂടി കടന്ന് പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്, ഇത് സ്റ്റാലിൻ്റെ ഈ ഭരണത്തിനെതിരെ ഇത് തിരിച്ചുവിടാൻ ആണ് ഇന്നലെ മുതൽ തന്നെ BJPയുടെ നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ BJPയുടെ പാളയത്തിലേക്ക്, അതായത് സ്റ്റാലിനെ എതിർക്കാൻ DMK എതിർക്കാൻ ഒരു സർവ്വ കക്ഷികളും ഒന്നിക്കണമെന്നാണ് BJPയുടെ ആഗ്രഹം. അതിന്റെ ലക്ഷ്യം അമിത്ഷാ തന്നെ മുൻപോട്ട് വെച്ച പ്ലാനാണത്. DMK താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ADMKയും BJPയും ഒപ്പം തന്നെ സ്റ്റാലിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കുടക്കീഴിൽ അണിനിരക്കേണ്ടതുണ്ട്. ഈ ഒരു ആശയം വീണ്ടും ഉരുത്തിരിഞ്ഞ് വരികയാണ്. ഇവിടെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ വിജയെ സംബന്ധിച്ച് മുൻപോട്ടുള്ള ഭാവി എന്തെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. മുമ്പോട്ടുള്ള ഭാവി ഏതായാലും അത്ര സുഗമമായിരിക്കില്ല, ദുർഘടമായിരിക്കും. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് BJPയുടെ ഏറെ എന്ന് പറയേണ്ടി വരും. മുമ്പ് ഇതിന് സമാനമായ സാഹചര്യം ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു ജയിലിലായപ്പോൾ ആ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകാനും ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി പ്രസ്താവന ഇറക്കിയതും പവൻ കല്യാണാണ്, ജനസേന പാർട്ടിയുടെ നേതാവായ പവൻ കല്യാൺ. ഒടുവിൽ ചന്ദ്രബാബു നായിഡു ജയിലിൽ നിന്ന് പുറത്തെത്തുമ്പോൾ ചന്ദ്രബാബു നായിഡു NDAയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതേ തന്ത്രം BJP തമിഴ്നാട്ടിലും പയറ്റിയേക്കാമെന്ന് സ്റ്റാലിൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് സ്റ്റാലിൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.